ഹായ് ഹലോ 2026 എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എന്നെ അറിയാതെ തന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും സ്പെഷ്യലായിട്ടുള്ള ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയത് ഒരു കേക്കാണ്. ഇന്ന് ഉണ്ടാക്കിയത് നല്ലൊരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അതിനായിട്ട് 1 കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ, പൊടിച്ച പഞ്ചസാര 1 കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 നുള്ളുപ്പ്, പിന്നെ ബേക്കിംഗ് സോഡ ഇതൊക്കെ ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ 1/2 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതിനാണ് കേട്ടോ എല്ലാം മെഷർ ചെയ്തിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തൊരു കപ്പിനുണ്ടല്ലോ 2 മുട്ട കറക്റ്റാണ്. അപ്പോൾ ഇതാ എല്ലാം നല്ലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതൊരു ഓയിലായാലും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്കുണ്ടല്ലോ ഒരു 2 സ്പൂണ് കോഫി ഇതേപോലെ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളമാണ് വേണ്ടത്. ഞാൻ ഒഴിച്ച വെള്ളം കുറച്ചൊന്നും അധികമായിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പിനങ്ങോട്ടും കുറച്ച് കുറവ് മതി. ഞാൻ കറക്റ്റ് 1/2 കപ്പാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായത്. പക്ഷേ കുഴപ്പമില്ല, നല്ലതായിട്ട് വന്നിട്ടുണ്ടായിന്. എന്നിട്ട് ഞാനിതാ ബേക്ക് ചെയ്യുന്നത് ഇതേപോലത്തെ നോൺ സ്റ്റിക്ക് പാനിലാണ്. അതിലേക്ക് ബട്ടർ തേച്ച് കൊടുത്തിട്ട് ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കണം. എന്നിനി ഇതിൻ്റെ മേലേക്ക് നല്ലൊരു ബട്ടർ ക്രീം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ബൺ മസ്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ബട്ടറും പഞ്ചസാര പൊടിച്ചതും കുറച്ച് ഇതേപോലെ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മേഡ് അതും കൂടി ഒഴിച്ചിട്ട് നല്ലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല തിക്കായിട്ടുള്ള ബട്ടർ ക്രീമും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ മേലിലേക്ക് തേച്ച് കൊടുക്കുന്നത്. അപ്പം കറക്റ്റ് 1/2 മണിക്കൂർ ആയപ്പം തന്നെ കേക്ക് നല്ലേക്ക് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ സ്ക്വയറായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റീന്. തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ചൂടോടെ തന്നെ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിതാ നമ്മളെ ക്രീമൊന്ന് മേലൊന്ന് തേച്ച് കൊടുക്കാം. പിന്നെ കേക്ക് കുറച്ച് തണുത്ത് വന്നിട്ടാകുമ്പോൾ തേച്ച് കൊടുക്കുന്നതായിരിക്കട്ടെ നല്ലത്. ഞാൻ തിരക്കാക്കിയിട്ട് ആദ്യം തേച്ച് കൊടുത്തപ്പം ബട്ടറൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ടായിന്. അതുകൊണ്ട് കേക്കൊക്കെ ഒന്ന് ചൂടൊക്കെ പോയി തണുത്ത് വന്നിട്ടാകുമ്പോൾ ഇതേപോലെ ബട്ടറിൻ്റെ ക്രീം മേലെ ഒന്ന് നല്ലേക്ക് തേച്ച് കൊടുക്കാം. പിന്നെ എൻ്റെ കേക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെള്ളം കൂടി പോയിന്, അതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ക്രീമിൽ ഇങ്ങനെ ഒരു കേക്കിൻ്റെ പൊടിയാണെന്നത് കാണുന്നതല്ലേ. സോഫ്റ്റ് കൂടുതലായതുകൊണ്ട് ആ കേക്കിൻ്റെ പൊടി ഇങ്ങനെ മേലോട്ടേക്ക് വന്നതാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല, അത്രയും സിമ്പിളാണ്. ബീറ്റ് ചെയ്യേണ്ട ഒന്നും പണിയില്ല. പിന്നെ ഇൻഗ്രീഡിയൻസ് ആയാലും അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.